സ്റ്റുഡൻസ് ഇന്ന് നവോദയ സൈനിക് സ്കൂളിൽ സെലക്ഷൻ ടെസ്റ്റിന് വരുന്ന റേഷ്യോയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്ന് ലാസ്റ്റ് ക്ലാസ്സാണ്, റേഷ്യോയുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് സെലക്ഷൻ ടെസ്റ്റ് 2002 വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതാ 3 men brought some oranges for ₹3, ₹4 5.25 and ₹4 6.75 റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ യഥാക്രമം. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ? നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മാക്സിമം വാല്യൂ ചോദിച്ചാൽ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് HCF. മാക്സിമം വാല്യൂ ചോദിച്ചാൽ HCF കണ്ടുപിടിക്കണം. അത് എല്ലാവരും ഓർത്തിരുന്നോണം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മാക്സിമം വാല്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് HCF ആണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓറഞ്ചിൻ്റെ 3 പേര് മേടിച്ച് ഓറഞ്ചിൻ്റെ വില തന്നിട്ടുണ്ട്. ഒരാൾ മേടിച്ചത് ഓറഞ്ചിൻ്റെ വില ₹3, മറ്റൊരാൾ മേടിച്ച ₹5.25, മൂന്നാമത്തെ ആൾ മേടിച്ച ₹6.75 എന്ന് വരും. അപ്പോൾ നമുക്കിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് രൂപയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ പൈസയിലാക്കാം. അതിന് വേണ്ടി 100 കൊണ്ട് ഗുണിച്ച് അതിനെ പൈസയിലാക്കുന്നു. ഇനി 5.25നെ 100 ഇൻറ്റു ചെയ്യുമ്പോൾ 525 പൈസ എന്ന് കിട്ടും. ഇനി 6.75നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് 675 പൈസ എന്ന് കിട്ടും. നമ്മളിതിൻ്റെ HCF കാണുന്നു. അപ്പോൾ HCF കാണാൻ 300, 525, then 675 ഇതിൻ്റെ HCF കാണുക. അപ്പം ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0യോ 5ഓ വന്നാൽ ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5ൻ്റെ ഡിവിസിബിലിറ്റി റൂളാണ്, അത് മറക്കരുത്, ഓർത്ത് വെക്കണം കേട്ടോ. ഇനി 5 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. 30ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കുക. 6, 0 ഇറക്കി എഴുതുക. ഈ 5ൽ ഈ 5 ഒരു പ്രാവശ്യം, 2ൽ 5 പോവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 0 കൊടുക്കുക. എന്നിട്ട് 25 എടുക്കുക. 20 + 5 25. അതിൻ്റെ കൂടെ 5 അതിൽ 5 5 പ്രാവശ്യം. ഇനി ഈ 6ൽ 5 1 ടൈം, 7ൽ 5 1 ടൈം, ദെൻ റിമൈൻഡർ ഇപ്പം 2 വരും. 25ൽ 6ൽ 5 1 ടൈം, ദെൻ 17 വരും. ബാക്കി 17 വരും. അതായത് 6ന് 5 പോയാൽ റിമൈൻഡർ 1. 1ന് 10ൻ്റെ വാല്യൂ ആണ്. ആ 10ൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ 7ലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് 17 ആവും. 17ൽ 5 3 ടൈംസ്. ഇനി ബാക്കി റിമൈൻഡർ 2 വരും. 15 അല്ലേ, 3 5s are 15. ബാക്കി റിമൈൻഡർ 2. 17 കിടപ്പുണ്ടല്ലോ. 17ന് 15 പോയാൽ 25 വരും. 25ൽ 5 ടൈംസ്. വീണ്ടും നമുക്കിതിനെ 5 കൊണ്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0യും 5ഉം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും 5 കൊണ്ട് ചെയ്യാം. 12 5s are 15. ഇനി ഈ 10ൽ 5 2 ടൈംസ് 21 വരും. 13ൽ 5 2 ടൈംസ്. ദെൻ അടുത്തത് 35 വരും. 7 5s are. ഇനി നോക്കി ഇതിൻ്റെ അകത്ത് 3ൻ്റെ അകത്തും 3 പോകും. 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന സംഖ്യയിലെ ഡിജിറ്റുകൾ കൂട്ടുമ്പം അത് 3യുടെ ടേബിളിൽ വരണം. അതാണ് അത്. ഇവിടെ 2 1 ഇട്ടുണ്ട്. 2 1 കൂട്ടും 3. ഇവിടെ 21ൻ്റെ 2 1 കൂട്ടും 3. ഇവിടെ 27 2 7 കൂടെ കൂട്ടും 9. അതായത് ഇത് കൂട്ടുമ്പം അത് 3യുടെ ടേബിളിൽ വരണം. അതായത് ഇവിടെ 2ഉം 7 കൂടെ കൂട്ടുമ്പോൾ 9 വരുന്നു. ആ 9 എന്നുള്ളത് 3യുടെ ടേബിളിൽ വന്നാൽ അത് 3 കൊണ്ട് ഡിവിസിബിളാണ്. ഇതിനകത്ത് 1 2 കൊണ്ട് കൂട്ടും 3. അതാണ് 3യുടെ ഡിവിസിബിലിറ്റി റൂള്. തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടുമ്പോൾ അത് ആ കൂട്ടി കിട്ടുന്ന തുക 3യുടെ ടേബിളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ 12ൽ 3 4 ടൈംസ്, 21ൽ 3 7 ടൈംസ്, 27ൽ 3 9 ടൈംസ്. അപ്പം ഇവിടെ റേഷ്യോ എത്ര വരും? 5 അല്ല, അതിൻ്റെ ഫാക്ടേഴ്സ് 5 × 3. ഇതാണ് ഇതിൻ്റെ HCF. അതിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ 5 5s are 25. 25 × 3 75. ഇവിടെ നമ്മൾ പൈസയെ രൂപയാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത് പൈസയിലേക്ക് മാറ്റണം. അപ്പോൾ 2 സ്ഥാനം അടുത്തോട്ട് മാറ്റി പോയിൻ്റ് കൊടുക്കണം. അപ്പോൾ എത്ര വരും? 75 പൈസയെന്ന് വരും. അപ്പോൾ ഇത് എല്ലാവരും
റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഇനി എ കോൺട്രാക്ടർ ഹാസ് ടു ഫിനിഷ് എ വർക്ക് ഇൻ 20 days, 20 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യണം. അപ്പം 20 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ 30 ആളുകളെയാണ് വയ്ക്കേണ്ടത്. എന്നാൽ അയാൾക്ക് അത് കുറച്ച് ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യണം. അതായത് 20 ദിവസം എന്നുള്ള 15 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യണം. അപ്പോൾ എത്ര ആളുകളെ കൂടുതലായിട്ട് വെക്കണം എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇത് റിവേഴ്സ് പ്രൊപ്പോർഷനാണ്. റിവേഴ്സ് പ്രൊപ്പോർഷനിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. A is to B is equal to C is to D എങ്കിൽ AD is equal to then AD is equal to BC എന്ന് വരും. AD is equal to BC. അത് റിവേഴ്സ് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് റിവേഴ്സിൽ വേണം അത് കാണിക്കാൻ. അതായത് 20 men 30 days, 20 men 30 20:30 is equal to, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, 15 ദിവസത്തിന് എത്ര ആളുകളാണെന്നല്ലേ, അല്ല 20 days 30 men. അങ്ങനെയെങ്കിൽ എത്ര ആളുകൾ 15 ദിവസം എന്നല്ല ചോദ്യം. എത്ര ആളുകൾ 15 ദിവസം. അപ്പം ആളുകളുടെ അവിടെ എക്സ് കൊടുക്കുക. എത്ര എക്സ് ഈസ് ടു 15 എന്ന് വരും. എക്സ് ഈസ് ടു 15. ഇനി നമുക്ക് AD is equal to BC എന്നുള്ള രീതിയിൽ എടുക്കുമ്പം മീൻസാണ് ഈ നടുക്ക് കിടക്കുന്ന മീൻസാണ് അറ്റത്ത് കിടക്കുന്നത്. എക്സ്ട്രീംസാണ്. എക്സ്ട്രീംസിൻ്റെ ടോട്ടലും മീൻസിൻ്റെ ടോട്ടലും തുല്യമായിരിക്കും. ഇപ്പോൾ 30 × x, അതായത് 30x ഈസ് ഈക്വൽ ടു 15 × 20 വരും. 15 × 20 മീൻസ്. ഇനി x ഈസ് ഈക്വൽ ടു 15 × 20/30. അപ്പോൾ 30യുടെ ഒരു 0, 20യുടെ ഒരു 0 കൂടി വെട്ടി. ഇനി 15 എത്ര 3 ഉണ്ടെന്ന് നോക്കാം. 5 പ്രാവശ്യം 5 × 2 10. അപ്പോൾ 10 men എക്സ്ട്രാ ഇതിന് വേണ്ട. ഇതും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കാരണം നിങ്ങൾ 5ാം ക്ലാസ്സുകാരുടെ സ്റ്റാൻഡേർഡിനുള്ള പ്രോബ്ലം അല്ല ഇതൊന്നും. അതുകൊണ്ട് നന്നായിട്ട് വീണ്ടും ചെയ്ത് പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ് തൊട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.